ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഫ്യൂസിനെ പറ്റിയിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ വന്നിരുന്ന ഫ്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ആങ്കറിൻ്റെ പഴയ ടൈപ്പാണ്. ഇതിൻ്റെ വലിയ ടൈപ്പാണ് നമ്മൾ സാധാരണ വീടുകളിൽ മീറ്ററിൻ്റെ അടിയിൽ വെക്കുന്നത്. അപ്പോൾ അന്നൊക്കെ കാലഘട്ടങ്ങളിൽ ഈ കാണുന്ന കണ്ടോ ഇതേപോലെ ആയിരിക്കും നമ്മളെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. ഒരു മെയിൻ സ്വിച്ചിന് പകരം ഇതേപോലെ ഒരു അപ്സ്റ്റെയർ വരുന്ന ഭാഗത്താട്ടോ. താഴ്ഭാഗത്ത് അവർ MCBയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, രണ്ടാമത് റീവർക്ക് ചെയ്തിട്ട്. അന്ന് പറഞ്ഞ താഴ്ഭാഗത്ത് ഇതേപോലെ ഫ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അന്നത്തെ ഫ്യൂസിൻ്റെ ഇത് കണ്ടോ, ഈ ഫ്യൂസിൻ്റെ കമ്പികൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഓരോ കമ്പിയുടെ വണ്ണം കുറച്ച് കൂട്ടി കൂട്ടി കെട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ MCB 6 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 16 അതായത് അങ്ങനെ ആയിരിക്കും. MCB 20 അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഓരോ കമ്പിക്കും ഓരോരോ കണക്കാണ്. ഇപ്പോൾ ഇത് രണ്ടും AC വാട്ടർ ഹീറ്ററിനൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ആംബിയർ കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കമ്പിയുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. ചെറിയ ചെറിയ ലോഡുള്ളിടത്തൊക്കെ കണ്ടോ, ചെറിയ ചെറിയ കമ്പികൾ വെച്ചിട്ട് കെട്ടിയിരിക്കണം. നെയ്സ് കമ്പികളിൽ വെച്ചിട്ട് ഇതാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് പെട്ടെന്ന് കൂടുതൽ എന്തെങ്കിലും ഷോർട്ടേജ് ചെറിയതൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് MCBയുടെ ഒക്കെ നമ്മൾ 6 തൊട്ടിട്ട് ആംബിയർ കൂട്ടി കൂട്ടി വെക്കുന്നത് കേട്ടോ. നമ്മൾ DBയുടെ കാര്യം വെക്കുമ്പോൾ ഇവിടെ DB ആക്കാൻ പോവാണ്. ഇവിടെ നമ്മളൊരു 10 വേയുടെ DB ആക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആകെ കാണുന്ന 1, 2, 3, 4 MCB വരുന്നത്. അപ്പോൾ നമ്മൾ 10 വേ എന്തിനാ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 4 ഉള്ളത് ഇവിടെ 2 2 പോളിൻ്റെ MCBയും വരും. അപ്പോൾ 4ഉം 2ഉം 6 ആയില്ലേ. അപ്പോൾ ബാക്കി 4 നമ്മൾ എക്സ്ട്രാ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ഇൻവെർട്ടറിന് കൊടുത്തിരിക്കുന്ന വയറാണ് ഈ കാണുന്നത്. ഇത് ഇൻവെർട്ടറിന്റെ ലോഡാണ്. അപ്പോൾ ഇൻവെർട്ടറിന്റെ ലോഡ് കണ്ടോ, അതേപോലെ വയറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻവെർട്ടറിന്റെ ലോഡിലേക്ക് കൊടുക്കും. അതേപോലെ ഒരു ഫേസിൽ 2 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MCBയുടെ എണ്ണം കൂട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെർട്ടറിന്റെ ലോഡാണ് ഈ കാണുന്നത് അല്ലേ. ഇത് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടുകളാണ്. അത് നേരെ വന്നിട്ടുണ്ടോ അവിടെ ഒരു ഫ്യൂസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂസിൽ നിന്ന് നേരെ പോയിട്ട് ഓരോ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കട്ടോ, ലൂപ്പ് ചെയ്തിട്ട്. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പണ്ടത്തെ വയറിങ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ MCBക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഒരു ഫേസ് തന്നെ ഔട്ട് 2 പോകുന്നുണ്ട് കണ്ടോ, ഈ ഭാഗത്ത് 2 പോകുന്നുണ്ടോ. അത് ഇവിടെ AC വാട്ടർ ഹീറ്ററൊക്കെ പോകുന്ന സെക്ഷനാണ്. അത് രണ്ടും പാടെ ഒരുമിച്ചിട്ട് ഒരു ഫ്യൂസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് സെക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ന്യൂട്രൊക്കെ പാടെ വന്നിട്ട് ഇവിടെ വന്ന് നടക്കുന്നത് ന്യൂട്രാണ്. അതേപോലെ തന്നെ ഈ ന്യൂട്രർ ഇവിടെ കുറച്ച് ന്യൂട്രർ താഴ്ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇവിടെ ടിവിയുടെ പോയിന്റ് ഉണ്ട്. അതെല്ലാം കൂടെ പിരിച്ചിട്ട് ഈ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ഓൺ ഓഫ് സ്വിച്ചിൽ, മെയിൻ സ്വിച്ച് എന്ന് പറയാൻ പറ്റില്ല, ഓൺ ഓഫ് സ്വിച്ചിൽ കൊടുത്തിരിക്കുകയാണ്. 32 ഒരു DB സ്വിച്ചാണ്, പണ്ടത്തെ ഒരു DB സ്വിച്ച് ആട്ടോ ഈ കാണുന്നത്. അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ 16 ആംസിൻ്റെ ഫ്യൂസുകളാണ്. ഒക്കെ 16 ആംസിൻ്റെ ഫ്യൂസ് കാരിയറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് DB ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ ഇവിടുത്തെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.